പോലീസിനെതിരെ പരാതിയുമായി തിരുവനന്തപുരം ബ്രഹ്മൂർ എസ്റ്റേറ്റിൽ ആക്രമിക്കപ്പെട്ട കൊല്ലം സ്വദേശിനി. ആക്രമണം നടത്തിയ ഷാജി എന്ന ആൾക്കെതിരെ പരാതി നൽകിയിട്ടും പാലോട് പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കൊല്ലം ഇട്ടിവ സ്വദേശിനിയായ ജലീല ബീവി ആരോപിച്ചു. ഓഗസ്റ്റ് 8-നാണ് സാമ്പത്തിക തർക്കത്തിനിടെ ജമീല ബീവിക്ക് മർദ്ദനമേറ്റത്. വിരലൊക്കെ വെളുത്ത് പൊട്ടിയിട്ട് ഷുഗർ കൂട്ടി. എന്റെ ഭർത്താവ് മാനച്ചേരി വഴിയാണ് പട്ടത്തുള്ള സർമ്മസ്വാമിയുടെ തോട്ടം ബ്രഹ്മൂറിൽ പാട്ട് എടുത്ത് മരം മുറിക്കുകയാണ്. അങ്ങേക്ക് നിസാർ എന്ന് പറഞ്ഞാൽ റേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ കല്ലർ സാധ്യങ്ങൾ കൂടി മരുന്ന് മേടിച്ച് അവശതയാക്കിയിട്ടാണ് ഇവരെന്നെ ഈ ദേഹോത്തരം ചെയ്തത്. ഞാൻ അത് സംസാരിക്കുകയും പറയുകയും ചെയ്തു. കണക്കും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നതിന്റെ പേരിലാണ് അവരെന്നെ ഇങ്ങനെ കൊല ചെയ്തത്. എനിക്ക് ഇതിനൊരു നീതി ഉണ്ടാക്കി തരണം. സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അവര് FIR ഇട്ടതല്ല, ഇതുവരെ അവർ അന്വേഷിച്ചില്ല, അവരെ അറസ്റ്റ് ചെയ്തില്ല. നെടുമങ്ങാടും കൊടുത്ത് പാലോടും കൊടുത്ത് വെള്ളത്തിലും എല്ലാം കൊടുത്ത് ആരും എനിക്കൊരു നീതി തരുന്നില്ല. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു സ്ത്രീക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. എന്തായിരുന്നു ഈ സംഭവത്തിൻ്റെ കാരണം? പോലീസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ബ്രഹ്മൂർ എസ്റ്റേറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ തന്നെ വ്യക്തമാണ്, വീട്ടമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. കമ്പ് വെച്ച് അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതുപോലെ അവർ നിലത്ത് വീണതിന് ശേഷം അവരുടെ ദേഹത്ത് കയറിയിരുന്ന് മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ കൊല്ലം സ്വദേശിനിയായ വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയത്. ഇതിൽ സജീവ് എന്നു പേരുള്ള ഒരാൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്ന ആളാണ് സജീവ്. സജീവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1 മാസത്തോളം ആകുന്നു സംഭവം നടന്നിട്ട്. ഇതുവരെയും ഈ പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വീട്ടമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ രീതിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ പ്രതിഷേധവുമായിട്ടെല്ലാം നീങ്ങാനുള്ള വലിയ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ അവരുടെ ബൈറ്റ് നമ്മൾ കേട്ടതാണ്. കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാണ് അവർ പറയുന്നത്, എനിക്ക് നടപടി ഉണ്ടാകുന്നില്ല, എന്നെ അത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചു എന്നടക്കമാണ് അവർ പറയുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഇവർ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ടോം ഇപ്പോൾ നിലനിൽക്കുന്നത്. യെസ്, അതുതന്നെയാണ്. കാരണം ഇത്രയും തെളിവുകളുണ്ട്, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒത്തുതീർപ്പ് ശ്രമം അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്? ഈ കൊല്ലം സ്വദേശിനിയായ ഈ ആക്രമണത്തിനിരയായ ജമീല ബീവിക്ക് അത്തരം ആക്ഷേപമുണ്ടോ? തീർച്ചയായും അത്തരം ചില സംശയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഈ സജീവ് എന്ന് പറഞ്ഞ ഈ കുറ്റാരോപിതനായ വ്യക്തി, അയാൾ ഇപ്പോൾ ഒളിവിലാണ്. 1 മാസമായിട്ടും ഇയാളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ആക്ഷേപകരമായ ഒരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച്. കാരണം ഇത് സംഭവത്തിൻ്റെ ഇങ്ങനെയാണ്. ടോം, ഈ സജീവും അതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് തിരുവനന്തപുരത്ത് വെച്ച് ആ എസ്റ്റേറ്റിൽ വെച്ച് ജമീല ബീവി എന്ന വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഈ രീതിയിലുള്ള അക്രമത്തിലേക്ക് പോലും വഴിവെച്ചത്. പക്ഷേ ഇത് ഓഗസ്റ്റ് 8-ന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം വരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാത്തത്, മറ്റ് നടപടികൾ സ്വീകരിക്കാത്തത്? ഇക്കാര്യങ്ങളും പുറത്തു വരേണ്ടതാണ്. വിനീഷ്, ആ സമയം ഇവർ മറ്റ് ആളുകൾ നോക്കി നിൽക്കെയാണ് ഈ രീതിയിൽ ഈ വീട്ടമ്മ ആക്രമണത്തിന് ഇരയാകുന്നത്. ആരുടെ ഭാഗത്തുനിന്നൊരു സഹായം ഉണ്ടായില്ല. മാത്രമല്ല ആ സമയം ഇവർ ചികിത്സ തേടി പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ്
എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഇതുവരെയും മറ്റു നടപടികൾ സ്വീകരിക്കാത്തത്? വല്ല അത്രയും സ്വാധീനമുള്ള വ്യക്തിയാണോ ഈ പ്രതി? ടോം, പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്, കൂടുതൽ വിവരങ്ങൾ തരാനുമുണ്ട്. പോലീസിൽ നിന്ന് നമ്മൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട്, അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അന്വേഷണം നടക്കുന്നുണ്ട്, പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ സെപ്റ്റംബർ 4-ാം തീയതിയിലാണ് ഈ വൃദ്ധമാതാവ് പരാതി നൽകുന്നത്. ഇവർ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് പരാതി നൽകുന്നത്. പക്ഷേ എന്തായാലും ഈ അക്രമം നടന്ന സമയം മുതൽ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതുവരെയും ഇയാളെ കണ്ടുകിട്ടിയിട്ടില്ല. ഇയാൾ ഈ പ്രദേശത്ത് ഇവരുമായി ചേർന്ന് ചില ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ തടി അവിടെ നിന്നും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പരാതിക്കാരിയുടെ ഭർത്താവും ഈ സജീവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ തർക്കമാണ് ഈ സജീവ് ഇല്ലാതിരുന്ന ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ഇല്ലാതിരുന്ന സമയത്താണ് ഈ അക്രമം പോലും നടന്നിരിക്കുന്നത്. അവിടെ നിന്നും തടി മുറിച്ച് ഒരു ലോഡ് അവിടെ നിന്നും കടത്താൻ ഇയാൾ ശ്രമം നടത്തിയെന്നൊരു ആരോപണമുണ്ട്. ഈ ശ്രമം ഈ പരാതിക്കാരിയായ ജലീല തടഞ്ഞു. ഇതിൽ പ്രകോപിതനായ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തി. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്രത്തോളം ഒരു മാതാവിനെ മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ സ്ത്രീയെ മർദ്ദിക്കുന്നു. തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്ത് വലിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇയാളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല എന്നുള്ളത് വളരെ ആക്ഷേപകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണം എന്നുള്ള വലിയൊരു ആവശ്യം ഈ കുടുംബം അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.